നമ്മൾ ആർഷ സംസ്കാരം ഉൾക്കൊള്ളുന്നത്. അപ്പൊ ശരിക്കും ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? എന്നെ സംബന്ധിച്ച് ഹിന്ദു എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് അമ്പലത്തിൽ പോകുന്നവനല്ല, പക്ഷെ അമ്പലത്തിൽ പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? വ്യത്യാസം അതാണ്. തൻ്റെ കാര്യങ്ങൾ നടക്കാൻ അമ്പലത്തിൽ പോകുന്നവനല്ല ഹിന്ദു. യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്നത് ഋഷീശ്വരന്മാർ കാണിച്ചു തന്നിരിക്കുന്ന സനാതന ധർമ്മത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവിടെ അമ്പലത്തിൽ പോകുന്നവരാണ്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ തൻ്റെ മനസ്സിനെ നശിക്കുന്നതിൽ നിന്നും നശിക്കാത്തതിലേക്ക് എത്തിക്കാനുള്ള കഴിവും ശക്തിയും നമ്മളിൽ അന്തർലീനമാണെന്ന് ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ സനാതന, ഇനി ധർമ്മം എന്ന് പറയുന്നതോ, ധർമ്മം എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളെയാണ് ധർമ്മം എന്ന് പറയുക. ഏത് ധരിച്ചാലാണോ അവിടേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് ഋഷീശ്വരന്മാർ പറയുന്നു, നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന്. ഇനി രണ്ടാമത് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അതിലേക്ക് പോവേണ്ടത്. എന്നാലല്ലേ അറിയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡൽഹിയിൽ എത്തിച്ചേരണം. സനാതനം ഡൽഹിയാണെന്ന് വിചാരിക്കുക. അപ്പം ആദ്യം നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം എന്താ ചിന്തിക്കുക? എവിടുന്ന് ടിക്കറ്റ് എടുക്കണം? ട്രെയിനിന് പോകുന്നു വിചാരിക്കുക. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, 3 ടയർ വേണോ, 2 ടയർ വേണോ, വെറും ടയർ വേണോ, സ്ലീപ്പർ വേണോ, ഏത് വേണം എന്നുള്ളത് പിന്നെയാണ്. ശരിയാണോ? അപ്പോൾ ഒന്നാമത്തത് എവിടുന്ന് പുറപ്പെടുന്നു, രണ്ടാമത്തത് എങ്ങനെ പോകുന്നു. ഇതിനെയാണ് ധർമ്മം എന്ന് പറയും. അപ്പം അതുകൊണ്ട് അവർ നമുക്കൊരു സ്കീം തന്നു, ഒരു ജീവിതത്തിൻ്റെ സ്കീം, ചിട്ടകൾ. അതിനെയാണ് പുരുഷാർത്ഥ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർണ്ണാശ്രമ ജീവിതം. അപ്പം ആദ്യം പുരുഷാർത്ഥവും 2 വർണ്ണാശ്രമം. പുരുഷാർത്ഥം എന്നത് നമ്മുടെ ലക്ഷ്യത്തെ കാണിച്ചു തരുന്നു. വർണ്ണാശ്രമം എന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഉയരാനുള്ള മാർഗങ്ങൾ. അപ്പം എന്താ പുരുഷാർത്ഥം? പറയാണ്, നമ്മുടെ മനസ്സിന് 2 കഴിവുകളുണ്ട്. ഏതൊക്കെ കഴിവുകളാണത്രേ? ഭൗതികമായതിനെ നേടാനും കഴിയും, നശിക്കുന്നതിനെ നേടാനും സാധിക്കും, നശിക്കാത്തതിനെ നേടാനും സാധിക്കും. നശിക്കുന്നതിനെ നേടുന്നതിനെ അർത്ഥകാമമെന്നും നശിക്കാത്തതിനെ നേടുന്നതിനെ മോക്ഷമെന്നും പറയുന്നു. ഇപ്പൊ മോക്ഷം എന്ന സങ്കല്പമുണ്ടല്ലോ, ഭാരതത്തിൽ മരിച്ചതിന് ശേഷം കിട്ടുന്നതല്ല. മരിച്ചതിന് ശേഷം മോക്ഷം കിട്ടുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ മോക്ഷം എന്നുള്ള വാക്ക് തന്നെ അപ്പോഴാണ് ഉപയോഗിക്കുക. അടുത്ത വീട്ടിലെ ജാനകി അമ്മയ്ക്ക് മോക്ഷം കിട്ടിയിരിക്കണു പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ മനസ്സിലാക്കിയത്? അവർ മോക്ഷം കിട്ടിയിട്ടോ എന്ന് വെച്ചാൽ ആളുടെ കാറ്റ് പോയി കഴിഞ്ഞു. അപ്പം മരിക്കുന്നതിനെയാണ് മിക്കവാറും നമ്മൾ, ജാനകി അമ്മമാർ ഇവിടെ ഉണ്ടാവാണ്ടിരിക്കട്ടെ, മരിക്കുന്നതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുക. പിന്നെ നമ്മൾ മോക്ഷം കേൾക്കുന്നത് എപ്പോഴാണെന്നറിയോ? ശബരിമല സീസണിലാണ്. അതുവരെ ഹിന്ദുക്കൾക്ക് മോക്ഷമില്ല. ആ സീസൺ ആയിക്കഴിഞ്ഞാൽ 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് കെട്ടും കെട്ടി ശബരിമലയ്ക്ക്. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എപ്പോ കിട്ടും? ഇപ്പോൾ കിട്ടുന്നു. എടുത്തു വെച്ച പോലെ എടുത്ത് പറയുന്നത് അവർ. കേട്ടിട്ടില്ലേ അത്? ഒരു സ്ഥലത്ത് ഞാൻ പ്രോഗ്രാമിന് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ നല്ല ആവേശത്തിൽ, ഞാനും കൂടി ചെന്നപ്പോൾ അവർക്ക് ആവേശം കൂടി, ഭയങ്കര ആവേശത്തിൽ. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ചെറുപ്പക്കാരനാണ്, അയാൾ ഭജന പാടും. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയാൽ അറിയാതെ പറഞ്ഞു ഇയാള്. പിന്നെന്താ പറയാ? അയാൾക്കും അറിയില്ല. അയാൾ ദയനീയമായി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയിപ്പോൾ എന്താ പറയുക? മോക്ഷം കിട്ടിപ്പോയി. എപ്പം കിട്ടും? ഇപ്പം കിട്ടും. മോക്ഷം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയുകയെന്ന്. അപ്പം അയാൾ പറഞ്ഞു, മോക്ഷം കിട്ടിയാൽ സ്വാമിയെ കാണാൻ വീണ്ടും തുടങ്ങി. വീണ്ടും അതിൻ്റെ ഇതാണ് സത്യം. വാസ്തവത്തിൽ എന്താ മോക്ഷം എന്ന് പോലും അറിയില്ല. മോക്ഷം എന്നാൽ ഈ മനസ്സ് പരിപൂർണമായി ഭഗവാനിൽ ചേരുന്നതിനെയാണ് മോഹക്ഷയം ഇതി മോക്ഷ. ഇതാണ് ശങ്കരാചാര്യസ്വാമികളുടെ നിർവചനം. ഈശ്വരൻ നമ്മളെ കൊണ്ടുപോകുന്നതല്ല മോക്ഷം. ഒരു ഈശ്വരൻ വന്ന് നമ്മുടെ പാപം തീർക്കുമെന്നും ഒരു ഈശ്വരൻ വന്ന് നമ്മളെ മേലോട്ടുയർത്തുമെന്നും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. എന്നാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ആരിലേക്ക് എത്തിക്കാൻ പറ്റും? മോക്ഷം. ഭഗവാൻ ഗീതയിൽ പറയുന്ന മോക്ഷയിഷ്യാമി എന്ന് പറയുന്നുണ്ടല്ലോ, സർവധർമാൻ പരിത്യജ്യ ആമേകം ശരണം ഭ്രജാം അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അവൻ മോക്ഷത്തിന് യോഗ്യനാണ്. ആര്? തൻ്റെ മനസ്സിൻ്റെ എല്ലാവിധ ചിന്തകളും വിട്ട് എന്നിലേക്ക് മനസ്സിനെ സമർപ്പിക്കുന്നവൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം സമർപ്പിക്കുന്നവൻ മോക്ഷത്തിന് യോഗ്യനാണ്. ശരി,
അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് തൻ്റെ മനസ്സിനെ, അപ്പം നമ്മുടെ മനസ്സിന് രണ്ട് കഴിവുകളുണ്ട്. നശിക്കുന്നത് നേടാനുള്ള കഴിവുണ്ട്, നശിക്കാത്തത് നേടാനുള്ള കഴിവുണ്ട്. അപ്പം ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് നാശമുള്ളതും നേടണം, നാശമില്ലാത്തത് നേടണം. നാശമുള്ളത് നേടുമ്പോൾ തന്നെ ഓർമ്മയുണ്ടാവണം, ഇതൊരിക്കൽ നശിക്കുന്നതാണ്, കൈവിട്ടു പോകുന്നതാണ്, കൈമോശം വരുന്നതാണ്. ഇനി എനിക്കൊരു കഴിവും കൂടിയുണ്ട്, നശിക്കാത്തതിനെ. അങ്ങനെ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകാൻ സാധിച്ചാൽ നശിക്കുന്നത് പോയാലും ഏത് കൂടെ ഉണ്ടാവും? നശിക്കാത്തത്. അങ്ങനെ നമ്മുടെ മനസ്സ് തളരാതെ പതറാതെ ജീവിതത്തിൽ ധന്യമാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇവിടെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ മോക്ഷം. അപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നർത്ഥം. ഏതൊക്കെ ധരിക്കണം? നാശമുള്ളതിനെക്കുറിച്ചും ധരിക്കണം, നാശമില്ലാത്തതിനെക്കുറിച്ച് ധരിക്കണം. നാശമുള്ളത് ധരിപ്പിച്ചു തരാൻ നമുക്ക് ഇന്നത്തെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. നാശമുള്ളതൊക്കെ നേടിത്തരാൻ, നിങ്ങൾക്ക് ജോലി നേടിത്തരാൻ, നിങ്ങൾക്ക് സമ്പത്ത് നേടിത്തരാൻ, പിന്നെ കല്യാണം, കുട്ടി, വീട്, അതൊക്കെ ഇട്ടിട്ടാണ്. നാശമില്ലാത്തത് നേടിത്തരാൻ ആര് പറഞ്ഞുതരും? അതിനെയാണ് നമുക്ക് ഗുരുകുല സമ്പ്രദായങ്ങൾ പണ്ടുണ്ടായത്. അതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ന് പറയുന്നത് സത്സംഗങ്ങൾ. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ കുറച്ചു നേരം നാശമില്ലാത്തതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ വേണം ശരിക്കും നമ്മുടെ വീടുകളിൽ. അതൊക്കെ പോയി ഗീതയിൽ ഒരു ശ്ലോകമെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നല്ലതാണ്. ഭാഗവതത്തിൽ ഒരു വരിയെങ്കിലും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സംസ്കൃതത്തിൽ എഴുതിപ്പോയി എന്നുള്ളൊരു അബദ്ധം. പിന്നെ നേരത്തെ കാണിച്ച ഒരു അന്ധവിശ്വാസവും പറഞ്ഞു, അതെങ്ങാനും തെറ്റിപ്പോയാൽ ദൈവം നമ്മളോട് കോപിക്കുമെന്നും. അപ്പം ദൈവം കോപിക്കുന്നവനാണെന്നും ഇതൊക്കെ തെറ്റിപ്പോയാൽ അപകടമാണെന്നും മനസ്സിലാക്കിയതുകൊണ്ട് മിക്കവാറും ആളുകൾ ഇത്തരം പുസ്തകങ്ങളൊന്നും, എന്തൊരു തെറ്റിദ്ധാരണ നമുക്ക് ഭാഗവതമൊക്കെ എടുത്ത് പഠിക്കൂ നിങ്ങൾ. അതിലെത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യബീനാമാന്യനന്ധശേഷോങ്കിതാനിയിൽ ശൃണ്വന്ധികായന്ത്രികിടന്തി സാധവ. ഓരോ ശ്ലോകത്തിലും ഓരോ വരിയിലും അബദ്ധവത്യബി, അബദ്ധം പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഉയർത്തു ഉയർത്തു ഉയർത്തു. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? മോക്ഷം എന്ന് പറയുന്നത് ഭഗവാൻ തരുന്നതല്ല. മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ മനസ്സിനെ എവിടെ എത്തിക്കണം? ഭഗവാനിലേക്ക് എത്തിക്കണം. തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട് മോക്ഷത്തെക്കുറിച്ച്. ഒരമ്മ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാനോട് ഹൃദയമൊരുക്കി വിളിക്കും. പൊതുവേ നമ്മുടെ വയസ്സായ അമ്മമാർ പൊതുവേ പറയുന്നതാണ്, എന്ത് ഭഗവാനേ ഇനിയും ഇങ്ങനെ കിടത്തരുതേ, എന്നെ അങ്ങോട്ട് മുകളിലേക്ക് കെട്ടിക്കൊണ്ടുപോകണേ എന്ന്. അപ്പം അങ്ങനെയാണ് അവർ മോക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. കൊണ്ടുപോകണേ ഭഗവാനെ, ഇങ്ങനെ കിടത്തരുതേ ഈ മഹാഭാവികളുടെ അടുത്ത്. ആരാ മഹാഭാവി? മകനും മരുമകളേ. അത് അവരെ കേൾക്കെ പറയുകയും ചെയ്യും, എന്നെ ഇങ്ങനെ കിടത്തരുത് പരമശിവ, കൊണ്ടുപോകണേ കൊണ്ടുപോകണേ. ആ കാലഘട്ടത്തിൽ, ഈ അമ്മ പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിൽ കാക്കശ്ശേരി ഭട്ടതിരിപ്പാടായിരുന്നു അവിടുത്തെ പ്രധാന മേൽശാന്തി. അപ്പോൾ അവിടുത്തെ വിഗ്രഹം ഉണ്ടല്ലോ, വടക്കനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ വലിയ വിഗ്രഹമാണ്. ഇദ്ദേഹത്തിന് കേട്ട് മതി എന്നും ഈ സ്ത്രീയുടെ ഈ ഉറക്കമുള്ള ശബ്ദം, കൊണ്ടുപോകണേ കെട്ടിയെടുക്കണേ എന്ന്. ഒരു ദിവസം അദ്ദേഹം വിഗ്രഹത്തിൻ്റെ പുറകുന്ന് പറഞ്ഞു, അമ്മേ ഇന്ന് മോക്ഷം തരാമെന്ന്. അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അമ്മ കുറച്ചും കൂടി അടുത്തേക്ക് നിന്നു. എന്താ ഭഗവാനെ, എന്താ പറഞ്ഞത് എന്ന്. അമ്മയ്ക്ക് ഇന്ന് മോക്ഷം തരാമെന്ന്. എപ്പോഴാ ഭഗവാനെ മോക്ഷം തരാ? ഈ ഉള്ളവൾ തയ്യാറാണ്, സന്ധ്യയാകുമ്പോൾ വന്നോളൂ എന്ന്. ഭഗവാനെ എവിടേക്കാണ് വരേണ്ടത് മനസ്സിലായില്ല. കിഴക്ക് ഭാഗത്തുള്ള ആലിൻ്റെ ചോട്ടിലേക്ക് വന്നോളൂ എന്ന്. എന്താ ഭഗവാനെ അങ്ങ് അവിടെ വരുമോ? ഒരു തൊട്ടിൽ വരും, അതിൽ കയറിയിരുന്നാൽ മതി എന്ന്. ഭഗവാനെ ശരി ശരി, പക്ഷെ വസ്ത്രമൊന്നും ഉണ്ടാവരുത് എന്ന്, കയറിയിരുന്നോളൂ. ഈ സ്ത്രീ അത് വിശ്വസിച്ചു. അങ്ങോട്ട് അവിടെ വന്ന് നോക്കുമ്പം പറഞ്ഞ പ്രകാരം ഒരു 6-6:30 ഇരുട്ടായിട്ടുണ്ട്. ഒരു തൊട്ടിലുണ്ട്, നല്ലൊരു തൊട്ടിൽ. അവർ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച്, മോക്ഷമല്ലേ അവിടെ. ഇനി ഈ വസ്ത്രമൊന്നും പറ്റിയില്ലെങ്കിലോ? അവിടെ ദേവലോകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ പുതിയ പുതിയ വസ്ത്രങ്ങൾ തരും വിചാരിച്ചിട്ട് അതിൽ കയറിയിരുന്നതും സംഗതി പൊങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് ഉറപ്പായി സംഗതി മോക്ഷം റെഡിയാണെന്ന്. കുറച്ച് കഴിഞ്ഞ് ഇതങ്ങനെ കയറി മുകളിലെത്തിയപ്പോൾ പിന്നെ പൊങ്ങണില്ല. അപ്പോൾ വിചാരിച്ചു ചിലപ്പോൾ പൊങ്ങണ്ടാവിരിക്കാം. നാരായണ ശിവ 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 ഹര ഹര മഹാദേവ ശംഭോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്കയുടെ ശബ്ദം, കാ കാ. ശരാ, വൈകുണ്ഠത്തിലും കാക്കയോ? എൻ്റെ കൂടെ തൊട്ടിലിൽ കയറി പോന്നോ? ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നിലാവ് വന്നിരിക്കുന്ന സമയത്ത് കാക്കകൾ ഇങ്ങനെ കാഷ്ടിക്കുന്നുണ്ട് മേല്. കാരണം അത് അവരിയ്ക്കുന്ന സ്ഥലമാണ്. വിചാരിച്ചത് ഏതാ പുതിയൊരു കാക്ക വന്നിരിക്കണമെന്ന്. അതിൻ്റെയൊക്കെ മേല് ഇതെന്താ ഇങ്ങനെ അഭിഷേകം ചെയ്യായിരിക്കും, പരമശിവൻ അഭിഷേകമോ?
എന്നൊക്കെ വിചാരിച്ച് നോക്കുന്ന സമയത്ത് തീർത്ഥം പോലെ കുടിക്കാൻ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വൃത്തികെട്ട സാധനമാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാവണത് വടക്കുന്നാഥൻ്റെ ക്ഷേത്ര കാണുന്നത് നിലാവിൽ തെളിഞ്ഞു കണ്ടു. അല്ല പൊങ്ങിയിട്ടില്ലേ. പിന്നെ നോക്കുമ്പോൾ എന്താ, ആലിൻ്റെ മുകളിൽ ഒരു വലിയ തൊട്ടിൽ അവിടെ കുടുങ്ങി കിടക്കുക. പാവം ചാടിയാലോ എന്ന്. പിന്നെ അമ്പലം അശുദ്ധാവില്ലേ, അതുകൊണ്ട് ചാടാനും പറ്റണില്ല. അവിടെ ഇരുന്ന് സങ്കടപ്പെടുന്ന സമയത്ത് ആളുകളെപ്പോഴേക്കും തൊഴാൻ വന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീ, അവർക്കാണെങ്കിൽ താഴോട്ട് വരാൻ പറ്റണമില്ല, കാരണം വസ്ത്രമില്ലേ. ഈ ആളുകളൊക്കെ ഇനി എന്ത് കാണും, മനസ്സിലാക്കും. മധ്യ അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു, നാണെന്ന് വിചാരിക്കേണ്ട, കണ്ണടച്ചിരുന്നോളൂ, ഞങ്ങളും കണ്ണടച്ച് വലിച്ചോളാം. എല്ലാവരും കൂടി ഇറക്കി താഴെ ഇട്ട് അവർ വേഗം വസ്ത്രം എടുത്ത് ചുറ്റി ഒരു ഓട്ട വീട്ടിലേക്ക്. പിന്നെ ഒരിക്കലും ഭഗവാനോട് പറഞ്ഞില്ല കെട്ടണേന്ന്. അന്നത്തോടുകൂടി അവർക്ക് മനസ്സിലായി ഒരു ഭഗവാനും ഇനി കെട്ടി മുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അത് ഇങ്ങനെയൊക്കെയുള്ള ഇത് നടന്ന കഥയെന്നാണ് പറയുന്നത്. ഈ സംഭവം നടന്നു എന്നാണ് പറയുന്നത്. ആ സ്ത്രീ ഉണ്ടല്ലോ പിന്നെ വലിയ മനപരിവർത്തനം വന്ന് മനസ്സ് ഭഗവാനിലേക്ക് സമർപ്പിച്ച് ഉയർന്നു എന്നൊക്കെയാണ് കേട്ടിരിക്കുന്ന കഥ. ഇതൊരു സംഭവം നടന്നിട്ടുണ്ട് അത്രേ. ഏതായാലും മനസ്സിലാക്കൂ, ഒരു ദൈവത്തിനും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ പറ്റില്ല. ശരി, ഇനി എങ്ങനെ നമ്മുടെ മനസ്സിനെ ഉയർത്തണം അതിന് പറഞ്ഞു തരുന്നതാണ് വർണ്ണ ആശ്രമങ്ങൾ. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഏറെ തെറ്റിദ്ധാരണ ഉള്ളൊരു സാധനമാണ് ഈ വർണ്ണാശ്രമം. ആദ്യം നമ്മൾ വർണ്ണത്തെ എടുക്കുക. വർണ്ണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതാ? വർണ്ണം നമുക്കറിയാം, ഭാരതത്തിൽ 4 വർണ്ണങ്ങളാണ്. ഗീതയിൽ വളരെ വ്യക്തമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഗീതയിലെ 4-ാം അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ പറയും, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശാം തസ്യ കർത്താരമഭിമാം വിദ്ധി കർത്താരമവ്യയം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടമാണ്. ആരാൽ സൃഷ്ടമാണ്? ശ്രീകൃഷ്ണനല്ല. അങ്ങനെ അർത്ഥം എടുക്കരുത്. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്ന് 4 വർണ്ണങ്ങൾ പ്രകടമായിട്ടുണ്ട്. ഗുണകർമ്മ വിഭാഗശ. എങ്ങനെയാണ് ഈ 4 വർണ്ണങ്ങൾ വേർതിരിഞ്ഞത്? ജന്മകർമ്മം എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്താണ്? ഗുണകർമ്മ വിഭാഗശ. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഗുണത്തിനനുസരിച്ചും കർമ്മത്തിനനുസരിച്ചും 4 വർണ്ണങ്ങൾ. ശ്രദ്ധിക്കണേ. തസ്യ കർത്താരമ്മ, ഞാനതിൻ്റെ കർത്താവാണെങ്കിലും വിദ്ധി അകർത്താരം, ഞാൻ അതിൻ്റെ കർത്താവുമല്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാനല്ല ഇതിനെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രനാക്കുന്നത്. എന്നിലാണ് ഇതൊക്കെ നിൽക്കുന്നതെങ്കിലും അതിൻ്റെ ഗുണത്തിനനുസരിച്ച് അത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രനായി നിൽക്കണം. ഇനി ഗീതയിലേക്ക് ഇതെവിടുന്ന് വന്നു? ഭഗവാൻ ഇതെവിടുന്ന് പറയണോ? ഇത് വേദത്തിലുള്ളതാണ്. ചാതുർവർണ്ണത്തെക്കുറിച്ച് വേദത്തിൽ ഏത് ഭാഗത്താണ് പറയുന്നത്? പുരുഷ സൂക്തത്തിൽ വ്യക്തമായി പറയും. കേട്ടിട്ടുണ്ടല്ലോ പുരുഷ സൂക്തം? ക്ഷേത്രങ്ങളിലൊക്കെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ജപിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് പുരുഷ സൂക്തം. മിക്കവാറും ക്ഷേത്രങ്ങളിൽ ജപിക്കേണ്ട മന്ത്രമാണ് പുരുഷ സൂക്തം. സകല വേദങ്ങളിൽ, അതായത് 4 വേദശാഖകളിലും വരുന്ന സ്തുതിയാണ്, മന്ത്രസ്തുതിയാണ് പുരുഷ സൂക്തം. അതിൽ പറയും, ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹൂരാജന്യകൃതാം ഓരോ തദസ്യേദ്വൈശ്യാം പദ്ഭ്യാം ശൂദ്രോ അജായതാം സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം പുരുഷയേവം ഇദം സർവം. ഇങ്ങനെ പറയുന്ന പുരുഷ സൂക്തത്തിൽ ബ്രാഹ്മണോസ്യ മുഖമാസീൽ, എവിടുന്നാ ബ്രാഹ്മണൻ വരുന്നത്? മുഖത്ത് നിന്ന്. ബാഹൂരാജന്യകൃതാം, കൈകളിൽ നിന്നും ക്ഷത്രിയൻ വരുന്നു. ഊരു തതസ്യേൽ വൈശ്യാം, തുടകളിൽ നിന്ന് വൈശ്യൻ. പദ്ഭ്യാം ശൂദ്രോ അജായതാം, കാലുകളിൽ നിന്ന് ശൂദ്രൻ വരുന്നു. ഇങ്ങനെ 4 വർണ്ണങ്ങൾ പ്രകടമായിരിക്കണം. ഇനി വർണ്ണത്തെക്കുറിച്ച് മറ്റൊരു സന്ദർഭം നമ്മൾ കാണുന്നത് രാമായണത്തിലാണ്. രാമായണത്തിൽ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് അഭയം തേടിക്കൊണ്ട് വിഭീഷണൻ വരുന്ന രംഗം. അപ്പം വിഭീഷണനെ കിട്ടുന്നത് സുഗ്രീവൻ്റെയൊക്കെ കയ്യിലാണ്. ഉടനെ സുഗ്രീവൻ പറയാണ്, നമ്മുടെ പ്രിയങ്കരനായ രാമൻ്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയ ശത്രുവിൻ്റെ അനുജനെ നമ്മൾ ഒരിക്കലും അഭയം കൊടുത്തു പോകരുത്, ഇവൻ ശത്രുവാണ്, ഇവൻ വധിക്കപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞ് സുഗ്രീവനും കൂട്ടരും വിഭീഷണനെ കൊല്ലാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഹനുമാൻ സ്വാമി വന്നിട്ട് പറയുകയാണ്, ഇവൻ വധാർഹനല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണോ,
നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ, നല്ലവരുണ്ടാം അവരിലുമെന്നുള്ള എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികളല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ജാതിനാമാദികളല്ല ഗുണഗണം, ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഗുണം നോക്കിക്കൊണ്ട് വേണം അവരുടെ മഹത്വം നിശ്ചയിക്കാൻ എന്ന് പറയാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പം ജന്മത്തിനല്ല നമ്മുടെ ഋഷീശ്വരന്മാർ പ്രാധാന്യം കൊടുത്തത്. പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മനസ്സിൻ്റെ ഗുണത്തിനാണ്. അല്ല സ്വാമി, അപ്പം എന്തിനാ ഈ ഗുണം ഉണ്ടാക്കിയത്? അതല്ലേ ഇന്ത്യയിലൊക്കെ ഇത്ര വലിയ ജാതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇല്ലേ? എന്ന് അതാണല്ലോ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഇന്നിപ്പം നമ്മുടെ വോട്ട് ബാങ്ക് തന്നെ ജാതിയുടെ മുകളിലാണ് നിൽക്കുന്നത്. അത്രത്തോളം നമ്മൾ അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇതെന്തിനിങ്ങനെ ജാതി വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി? അപ്പം നമ്മളതിൻ്റെ ആന്തരികമായി മനസ്സിലാക്കണം. നമുക്ക് രണ്ട് തരത്തിൽ ഈ ജാതികളെ കാണാം. ഒന്ന് വ്യവഹാര ദൃഷ്ടിയിലും കാണണം, രണ്ട് പരമാർത്ഥ ദൃഷ്ടിയിലും കാണണം ജാതിയെ. വ്യവഹാര ദൃഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് കാര്യത്തെയും നടപ്പിലാക്കണമെങ്കിൽ 4 കാര്യങ്ങൾ അനിവാര്യമാണ്. 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. നിങ്ങൾ രാവിലെ എണീക്കണം, അമ്മമാർക്ക് വേഗം മനസ്സിലാവും. കാപ്പി ഉണ്ടാക്കണം, ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നു. അപ്പം കാപ്പി ഉണ്ടാക്കുക എന്നൊരു അറിവ്, കാപ്പി ഉണ്ടാക്കുക. അപ്പം അതിന് എന്തൊക്കെ വേണം? കാപ്പിപ്പൊടി വേണം, വെള്ളം വേണം, പഞ്ചസാര വേണം, പാല് വേണം, ഇതൊക്കെ. അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ്. എവിടെ അറിവുണ്ടാകുന്നുവോ അറിവുണ്ടാകുന്നതാണ് ബ്രാഹ്മണത്വം. അറിവുണ്ടാകുന്നതാണ് ബ്രാഹ്മണത്വം. ഇനി രണ്ടാമത് കാപ്പി ഉണ്ടാക്കണം എന്ന് വന്നു. ശരി, ഇനി എന്തൊക്കെയാണ് അതിന് വേണ്ടത്? കാപ്പിപ്പൊടി വേണം, വെള്ളം വേണം, അതൊക്കെ വേണം. ഇതൊക്കെ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതാണ് ക്ഷത്രിയത്വം. എവിടെയാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്? മൂന്നാമത്തത് അവിടെ നിന്ന് ആ സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ട് അവിടെ ആ സാധനങ്ങൾ എത്തിക്കുന്നതാണ് വൈശ്യത്വം. നാലാമത്തത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കാപ്പി ഉണ്ടാക്കുന്നതാണ് ശൂദ്രത്വം. എല്ലാ മനുഷ്യ മനസ്സിലും ബ്രാഹ്മണനുണ്ട്, എല്ലാ മനുഷ്യ മനസ്സിലും ക്ഷത്രിയനുണ്ട്, എല്ലാ മനുഷ്യ മനസ്സിലും വൈശ്യനുണ്ട്, എല്ലാ മനുഷ്യ മനസ്സിലും ശൂദ്രനുണ്ട്. ഒരു ഫാക്ടറി തന്നെ നോക്കൂ നിങ്ങൾ. ആ ഫാക്ടറിയിൽ എന്തുൽപ്പാദിപ്പിക്കണം എന്ന് കണ്ടുപിടിക്കുന്നത് അത് ബ്രാഹ്മണത്വം. അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ഷത്രിയത്വം. മൂന്നാമത്തത് അതിന് വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്, പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വൈശ്യത്വം. അവിടെ പണിയെടുക്കുന്നത് ശൂദ്രത്വം. ഉണ്ടോ? അപ്പോൾ ഒരേ ഫാക്ടറിയിൽ നിന്നാണ്, ഒരേ ഫാക്ടറിയിൽ തന്നെയാണ് ബ്രാഹ്മണനുള്ളത്, ക്ഷത്രിയനുള്ളത്, വൈശ്യനുള്ളത്, ശൂദ്രനുള്ളത്. ഇനി ഭഗവാൻ പറയുന്നതോ, എൻ്റെ മുഖത്തു നിന്നും ബ്രാഹ്മണൻ വന്നു, എൻ്റെ കൈകളിൽ നിന്നും ക്ഷത്രിയൻ വന്നു, എൻ്റെ തുടകളിൽ നിന്നും വൈശ്യൻ വന്നു, എൻ്റെ പാദങ്ങളിൽ നിന്നും. അപ്പം ഇവർ 4 പേരും എവിടെയാണ് ഇരിക്കുന്നത്? ഭഗവാനിലാണ് ഇരിക്കുന്നത്. അപ്പം ഏതിലും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമുണ്ട്. ഇതിനെ മാറ്റിയെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇതുണ്ടെങ്കിലേ ലോകത്തിൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. അറിവുണ്ടായാൽ മാത്രം പോരാ. അതെങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടായ അറിവ് മാത്രം പോരാ. അത് അവിടെ ഉണ്ടോ എന്ന് പോയി നോക്കിയത് കൊണ്ട് കാര്യമില്ല, അതിനി അവിടെ എത്തിച്ചിട്ടും കാര്യമില്ല. അവസാനം അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് തിയറി മാത്രം പോരാ, എന്തുകൂടി വേണം? പ്രാക്ടീസും കൂടി വേണം. ഇത് സമന്വയിപ്പിക്കുന്നതാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രന്മാർ. അങ്ങനെ ഇത് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരതത്തിലൊരു ച്യുതി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരോ ട്രേഡുകൾ വന്നു. അപ്പം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അറിവ് മാത്രമായി. അതുകൊണ്ട് ബ്രാഹ്മണന്മാർ എന്ത് ചെയ്തു? ഈ വേദങ്ങളിൽ മാത്രം മനസ്സുറപ്പിച്ചു. അതും സനാതനമായതിലേക്ക് ഉറപ്പിച്ചില്ല. അവരെന്ത് ചെയ്തു? വേദത്തിൽ നിന്ന് വല്ലതും സമ്പത്തുണ്ടാക്കാൻ പറ്റുമോ എന്ന് കരുതി ക്ഷത്രിയന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി വേദമന്ത്രങ്ങളിൽ കാമ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഹോമങ്ങളും പൂജകളും യാഗങ്ങളുമായി അധപ്പതിച്ചു കളഞ്ഞു. അപ്പോൾ അവർക്ക് ഉയരേണ്ടടുത്തേക്ക് അവർ ഉയർന്നില്ല. അങ്ങനെ ഒരു ച്യുതി സംഭവിച്ചു. ഇനി ക്ഷത്രിയന്മാരെന്ത് ചെയ്തു? അവരും ഉയരേണ്ടതിന് പകരം
രാജ്യം ഭരിക്കുന്നത് ഞങ്ങളുടെ ധർമ്മമാണെന്ന് കരുതി ഈ രാജ്യഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അത് മിസ്യൂസ് ചെയ്തപ്പോൾ അവർ വഴിതെറ്റി എന്ന് പറയണം. ഒരു നല്ലൊരു സമൂഹത്തെ പണ്ടുള്ള ഋഷീശ്വരന്മാർ കാണിച്ചു തന്ന ഒരു ജീവിതത്തെ അവർ വഴിതെറ്റിച്ച് കാണിച്ചു തന്നു. അതായത് എല്ലാ രാജ്യവും ഭരിച്ചതിന് ശേഷം ആധ്യാത്മികമായി കാര്യങ്ങൾ മനസ്സിലാക്കി വീട് വിട്ട്